മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മളുടെ ചാനലിന്റെ പേര് ഓപ്ഷൻ ആൻഡ് ഓപ്ഷൻ ബൈ പ്രതീഷ് എന്നായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു പേര് ഇപ്പോൾ ചേഞ്ച് ചെയ്യുകയാണ്. എൻ്റെ ഫുൾ നെയിമായിട്ടുള്ള പ്രതീഷ് സരസ്വതി എന്ന ഒരു നെയിം ആയിരിക്കും ഇനി ചാനലിൽ ഉണ്ടാവുക. നിങ്ങൾ ഇനി പഴയ പേര് സെർച്ച് ചെയ്താൽ ഇത് കിട്ടില്ല. ഇനി സെർച്ച് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീഷ് സരസ്വതി എന്ന് തന്നെ ആയിരിക്കണം. നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഉടൻ തന്നെ അത് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷനിലേക്ക് വരാം. കൂടുതൽ സമയമെടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഒരു ഉദ്ദേശം, അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു, ഹിൻഡൻബർഗിനെ കുറിച്ച് ഒരു ന്യൂസ് വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഭയന്നിരുന്നു. ആ സമയത്ത് നമ്മുടെ വ്യൂ അനുസരിച്ച് നമ്മുടെ വീഡിയോയിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? സർപ്രൈസ് എന്നൊരു സംഭവം ഉണ്ട്, അല്ലേ? ഒരു പക്ഷേ തമ്പനയിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താതെ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടവർക്കറിയാം, സർപ്രൈസ് എന്നൊരു സംഭവം മാർക്കറ്റ് എടുക്കുക എന്നത് അവിടെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. കാരണം ഓൾറെഡി ഹിൻഡൻബർഗ് നമുക്ക് ഒരു സർപ്രൈസ് പണ്ട് നൽകിയതാണ്. അതിനുശേഷം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ മാർക്കറ്റിന് അതൊരു സർപ്രൈസ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇത് മാത്രമല്ല, ഇന്ത്യക്കാരെല്ലാം ഒന്നിച്ചു നിന്നു. ഹിൻഡൻബർഗ് ഒരു പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നല്ല ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയ രീതിയായിരുന്നു ഇന്ത്യയിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും എന്നും മനസ്സിലാക്കാനും സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിൻഡൻബർഗിന് നല്ലൊരു ലോസ് ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ മാർക്കറ്റ് അതിശക്തമായി ഇങ്ങനെ മേലേക്ക് കയറുകയും ഇന്ന് മാത്രമാണ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ ആ ഒരു സ്വഭാവം മാറി മറിയുന്നതിന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്കാണ് മാർക്കറ്റ് ഇതുവരെ നിന്നത്, അല്ലേ? അതായത് ഇത്രയും ദിവസങ്ങളിലും ശരിക്കും ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ തന്നെയാണ് നിന്നത്. പക്ഷെ ഇന്ന് മാർക്കറ്റിന്റെ സ്വഭാവം ശരിക്കും മാറിയിരിക്കുന്നു. കാരണം 24 150 താഴെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നത് നമ്മുടെ മാർക്കറ്റിനെ ഒരു ബെയറിഷ് രീതിയിലേക്ക് കൊണ്ടു നിർത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇനി നാളെ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് വളരെ നല്ല ഒരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും ഇന്നത്തെ ക്യാൻഡലിന് മുകളിൽ പോയി ക്ലോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ ഇപ്പോഴുള്ള അല്ലെങ്കിൽ ഇന്നുണ്ടായ ആ ഒരു ബെയറിഷ് രീതിയിൽ നിന്നൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങുന്നുവെന്ന് നമുക്ക് കണക്കാക്കാം. അതായത് മാർക്കറ്റിന്റെ സ്വഭാവം നിലവിൽ നല്ലൊരു ബെയറിഷിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റിന് എഗൻസ്റ്റ് ആയിട്ട് കളിക്കാതിരിക്കുക. മാർക്കറ്റിന്റെ രീതി എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മളിവിടെ വീക്കിലി ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിലൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ വന്നുവെങ്കിൽ ഇന്ന് പക്ഷേ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. മാർക്കറ്റ് ശക്തമായി സെല്ല് ചെയ്ത് മാർക്കറ്റിനെ താഴേക്ക് തന്നെ ഇടുന്ന രീതിയാണ് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ വീണ്ടും അത് 1 അവർ ചാർട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയത്ത് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും 24,000 എന്ന റേഞ്ചിനെ വന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിരുന്നു, അല്ലേ? അപ്പോൾ ഈ 24,000 പല തവണയായിട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പണിയാവും എന്ന് നമുക്കറിയാം, അല്ലേ? കാരണം ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ലൊരു കറക്ഷന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ശരിക്കും 24,000 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റിക്ക് സപ്പോർട്ട് ഉള്ളത്. പക്ഷേ 24,000 വലിയ പൊട്ട് ബിൽഡപ്പ് ഉള്ളതായിട്ട് കാണുവാനും സാധിക്കുന്നില്ല. ഇനി നേരെ നമുക്ക് എങ്ങോട്ട് പോകാം? ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണോ അതേ റേഞ്ചിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയും ബെയറിഷിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കാരണം HDFC ബാങ്കിന്റെ ഒരു നല്ല തകർച്ചയാണ് ഇന്ന് മാർക്കറ്റിനെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത് എന്നതാണ് സത്യം. കണ്ടില്ലേ, ബാങ്ക് നിഫ്റ്റി നല്ലൊരു കറക്ഷനിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഇവിടെ നിന്നൊരു തിരിച്ചുപോക്ക് എന്നാൽ വളരെ പാട് തന്നെയാണ്. കാരണം ഇത്രയും ക്യാൻഡലിന്റെ മുകളിൽ പോയി ക്ലോസ് ചെയ്യുക എന്നാൽ തീർച്ചയായിട്ടും അല്പം ബുദ്ധിമുട്ടാണെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ഇനി മാർക്കറ്റ് താഴേക്ക് വന്നാലോ? താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന 46,600 എന്ന റേഞ്ചിലേക്ക് നമ്മളുടെ ചാനലിന്റെ ഈ ഒരു മിഡിൽ ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു ശ്രമം നടത്താൻ സാധ്യത കൂടുതലാണ്. ഇനി അതല്ല, എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇന്ന് തീർച്ചയായിട്ടും നാളെ മാർക്കറ്റിൽ വലിയൊരു ഷോർട്ട് കവറിംഗ് നടക്കുകയും മുകളിൽ പോയി ക്ലോസ് ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ടാവാം. തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷനിൽ വന്നാൽ മാത്രമേ ഉള്ളൂ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ബെയറിഷ് എന്ന രീതി മാറത്തുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. നമ്മൾ നേരെ തിരിച്ച് വീണ്ടും നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പലരും പറയുകയുണ്ടായി, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇല്ലേ എന്ന്. തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ചിൽ ഗ്യാപ്പ് ഫില്ലിംഗ് കിടപ്പുണ്ട്. അത് എന്ന് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പക്ഷേ മാർക്കറ്റ് നല്ലൊരു കറക്ഷൻ വന്ന ശേഷം വീണ്ടും മാർക്കറ്റ് റിക്കവറായി പോകുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ അത് ഫില്ല് ചെയ്യുന്നത്. ഇന്ന് തന്നെ അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് തന്നെ ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലേ? അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. നമ്മളിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഗ്ലോബൽ മാർക്കറ്റിന്റെ കണ്ടീഷനിൽ ഇപ്പോൾ US മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ആ ഒരു അനക്കം ഒന്നും കാണുന്നില്ല. ഗിഫ്റ്റ് നിഫ്റ്റി വെറും ഒരു 22 പോയിന്റ്, നമുക്കൊരു ന്യൂട്രൽ എന്ന് പറയാം, ഒരു ന്യൂട്രൽ റേഞ്ചിൽ തന്നെ നിന്ന് കളിച്ചു പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സത്യത്തിൽ നിലവിൽ ഗ്ലോബൽ മാർക്കറ്റിനെ നമ്മുടെ മാർക്കറ്റ് അധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുവാനും സാധിക്കുന്നു. നമുക്കിനി US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു പ്രകടനം കൂടി നോക്കിയാൽ, അതായത് US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ്
വളരെ സ്ട്രെങ്ത് കുറയുന്നതായിട്ടാണ് കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടുന്ന് ശക്തമായ ഒരു ബ്രേക്ക്ഔട്ട് നടത്തി അത് അവിടെ കൺസോൾഡേറ്റ് ചെയ്ത് അത് അതുപോലെ തന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. അതായത് 83.90 എന്ന അവസ്ഥയിലാണ് ഒരു ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ അവസ്ഥ. തീർച്ചയായിട്ടും FIAസിനെ പോലെയുള്ളവരൊക്കെ ഇവിടുന്ന് സെല്ല് ചെയ്ത് ഒഴിവാകുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ 10 വർഷത്തെ ഗവൺമെന്റ് ബോണ്ടിനെ കുറിച്ച് എടുത്ത് നോക്കിയാലും അതും നല്ല രീതിയിലേക്ക് ഉയരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. US കേസിലേക്ക് പോയാൽ നമുക്കൊന്ന് നോക്കാം. US 10 ഇയർ ഗവൺമെന്റ് ബോണ്ട് പക്ഷേ ഇപ്പോൾ അല്പം ഒന്ന് ക്രാഷ് ആയതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം, അല്ലേ? അപ്പോൾ ആ ഒരു പോസിറ്റീവ് രീതിയാണ് അപ്പോൾ US മാർക്കറ്റിൽ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും US സംബന്ധിച്ച് അവിടുത്തെ ബോണ്ട് ഈൽഡൊക്കെ ഒന്ന് ക്രാഷ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നേരെ വിപരീതമായിട്ടും കാര്യങ്ങൾ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമുക്ക് നേരെ OA ബിൽഡപ്പിലേക്ക് വരാം. OA ബിൽഡപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. PCR നോക്കൂ, 0.53 നല്ലൊരു ബെയറിഷിലേക്ക് വന്നിരിക്കുന്നു. അറ്റ് ദ മണി എടുത്തു കഴിഞ്ഞാലും 0.6 നല്ലൊരു ബെയറിഷിലേക്ക് വന്നിരിക്കുന്നു. നോക്കൂ, ഇവിടെ സപ്പോർട്ട് എന്ന് പറയാൻ തത്വത്തിൽ 24,000 ഉണ്ട് എന്ന് മാത്രം. ശരിക്കും നല്ലൊരു സപ്പോർട്ട് ഇല്ല എന്നതാണ് സത്യം. പക്ഷേ കോൾ സൈഡിന്റെ റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ 24,200 മുതൽ മുകളിലേക്ക് നല്ല റെസിസ്റ്റൻസ് ആയിട്ട് കാണുവാനും സാധിക്കുന്നു. ഇനി നമുക്ക് നേരെ ഇന്നൊരു ഫുൾ ഡേ സംഭവിച്ച എന്താണെന്ന് നോക്കിയാൽ വളരെ വ്യക്തമാണ്. നോക്കൂ, അതായത് 24,200, 300, 400, 500 ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പുട്ട് അൺവൈൻഡിങ് നടന്നിരിക്കുന്നു. നല്ല രീതിയിൽ കോൾ സെല്ലേഴ്സ് വന്നിരിക്കുന്നു. എവിടെ 24,400 വരെ കോൾ സെല്ലേഴ്സ് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. 24,000 എന്നത് അത്രയൊരു സ്ട്രെങ്ത് ഉള്ള സപ്പോർട്ടായിട്ട് നിലവിൽ കരുതാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഇൻഡെക്സ് ഓപ്ഷനിൽ FIAസിന്റെ ഒരു പ്രകടനം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിന് മുന്നേ ക്യാഷ് മാർക്കറ്റിലേക്ക് ഒന്ന് വന്ന് നോക്കാം. നോക്കൂ, ഇവിടെ 2,100 കോടിക്കാണ് ഇവിടെ FIAs സെല്ല് ചെയ്തിരിക്കുന്നത്. പക്ഷെ അധികം എമൗണ്ടിന് അവർ സെല്ല് ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്താണ് ഇവിടെ നോക്കൂ, 1,240 കോടിക്ക് DIs നമ്മളെ ബൈ ചെയ്ത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ആരായിരിക്കും മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് നടത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ കാണുവാനും സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ FIAs എങ്ങനെ വന്നാലും സെല്ലിംഗ് രീതി തന്നെ തുടരുന്നു എന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര സുഖകരമായിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല എന്ന് മനസ്സിലാക്കുക. നേരെ നമുക്ക് അതിൻ്റെ ഓവറോൾ സമ്മറി നോക്കാം. നോക്കൂ, ഇവിടെ FIAസിന്റെ ഒരു ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ FIAs ഇവിടെ ലോങ് പോയിരിക്കുന്നത് ഒരു 2.5 ലക്ഷത്തിനാണെന്ന് കാണുവാൻ സാധിക്കുന്നത്. അതായത് കാൾ ബൈ ചെയ്തേക്കുന്നു. ഇനി നേരെ ഇങ്ങോട്ട് വന്നാലോ, പുട്ട് അവർ ബൈ ചെയ്തേക്കുന്നത്, പുട്ട് ലോങ് പോയേക്കുന്നത് 5.5 ലക്ഷത്തിനടുത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നല്ലൊരു ബെയറിഷിലേക്ക് FIAs ഇൻഡെക്സ് ഓപ്ഷനിൽ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, പ്രോ ഇവിടെ കോൾ സെല്ല് ചെയ്തേക്കുന്നത് ഒരു 5.5 ലക്ഷത്തിനാണെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നേരെ പുട്ട് അതും അവർ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ബൈ ചെയ്തിരിക്കുന്നത് ഒരു 70,000 നല്ല സ്ട്രോങ് ബെയറിഷിലേക്ക് പ്രോസ് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്ലയന്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലയന്റ് എല്ലായിടത്തും ബുള്ളിഷായിട്ട് നിലനിൽക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്ത് FIAസും പ്രോസും എന്താണോ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും മാർക്കറ്റിന്റെ ഒരു പോക്ക് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ അവർ നല്ലൊരു ബെയറിഷ് ആണെന്ന് വീണ്ടും അവർ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ബെയറിഷിൽ തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ എന്തെങ്കിലും ഇവന്റും മറ്റു കാര്യങ്ങളും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇനിയുള്ള ഇവന്റ് എന്നത് ശരിക്കും US ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. അത് നാളെയാണ് ഉള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ നാളെ എന്തായാലും നമ്മുടെ എക്സ്പയറി ആണ്. അത് നമ്മളെ അധികം ബാധിക്കുന്നില്ല. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷമാണ് അവരുടെ ഇൻഫ്ലേഷൻ റിപ്പോർട്ടൊക്കെ വരുന്നത്. മറ്റൊന്ന് നമ്മുടെ മാർക്കറ്റ് ഓഫുമാണ്. അപ്പോൾ നമ്മളെ അധികം ബാധിക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ്. പിന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വന്നിരുന്നു. അത് എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഒരു ഇൻഫ്ലേഷൻ റിപ്പോർട്ടായിരുന്നു. 3.65 ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നതെങ്കിൽ 3.54 അത് താഴ്ന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് രീതിയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച് ഒരു പക്ഷേ ഇന്ന് അത് വെച്ച് മാർക്കറ്റ് ഒന്ന് കയറുമെന്ന് വിചാരിച്ചുവെങ്കിലും മാർക്കറ്റ് താഴേക്ക് തന്നെ തകർന്ന് വീഴുന്നതാണ് കാണുവാൻ സാധിച്ചത്. അപ്പോൾ FIAs മാർക്കറ്റിനെ താഴേക്ക് തന്നെ കൊണ്ടുവരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കാരണം ഞാൻ ഇത്ര വേഗത്തിൽ പറയാൻ കാരണം നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. മാർക്കറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനലിന്റെ പേര് ഇനി പ്രതീഷ് സരസ്വതി എന്നായിരിക്കും. ഓപ്ഷൻ ബൈ പ്രതീഷ് എന്നായിരിക്കില്ല. രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ്. ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് റെക്കോർഡഡ് വീഡിയോ ആണ്, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്, ലൈഫ് ലോങ് ആയിരിക്കും ഇതിന്റെ സപ്പോർട്ടും കാര്യങ്ങളും. നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവിടെ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നാളത്തെ എക്സ്പയറി ഒരു മനോഹര എക്സ്പയറി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.